തണ്ണിമത്തൻ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുമോ? നമ്മുടെ നാട്ടിൽ പല വീഡിയോസും കാണുന്നുണ്ട്. നാട്ടിലൊക്കെയുള്ള തണ്ണിമത്തൻ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും. കാരണം അതിൽ ചുവപ്പ് നിറം കൂട്ടാൻ വേണ്ടിയിട്ട് എറിത്രോസിൻ എന്നറിയപ്പെടുന്ന ഒരു കെമിക്കൽ സൂചി കൊണ്ട് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് നാട്ടിലെത്തുന്നത് എന്നുള്ളത്. ഇത് സത്യമാണോ? നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം. According to him, injecting dye or food coloring agent is impractical as injecting chemicals into watermelon will only affect that area and not the whole fruit. Further, he added that injections leave behind visible holes and will cause the fruit to rot rapidly in the Indian south. ഒന്നാമത് എറിത്രോസിൻ എന്ന് പറയുന്നത് മനുഷ്യരിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് ഇതുവരെ സ്റ്റഡീസ് ഒന്നും കാണിക്കുന്നില്ല. ഇത് FDA അപ്രൂവ് ആയിട്ടുള്ള ഫുഡ് കളറിംഗ് ഏജന്റ് ഒരുപാട് ഭക്ഷണങ്ങൾക്ക് കളർ നൽകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത് തണ്ണിമത്തനിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിന് കളർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു സ്ഥലത്ത് മാത്രമാണ് ഈ കളർ ഉണ്ടാവുക. മാത്രവുമല്ല തണ്ണിമത്തൻ്റെ തോടിലൂടെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അതിലൂടെ പെട്ടെന്ന് വൈറസുകളൊക്കെ അകത്തേക്ക് കയറുവാനും ഈ തണ്ണിമത്തൻ കേടുവരാനും അതുവഴി കർഷകർക്കും വ്യാപാരികൾക്കും നഷ്ടം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇഞ്ചെക്ട് ചെയ്തിട്ട് തണ്ണിമത്തൻ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.